കർണാടകയിലെ ചാമരാജനഗറിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ 3 പേരെ വെടിവെച്ച് കൊലപ്പെടുത്തി. കാവേരി വന്യജീവി സങ്കേതത്തിനകത്തായിരുന്നു വെടിവെപ്പ്. 3 പേരും വേട്ടയ്ക്ക് എത്തിയത് എന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം വരുന്നത്. നാട്ടുകാരും ബന്ധുക്കളും മൃതദേഹം ഏറ്റുവാങ്ങാതെ പ്രതിഷേധിക്കുന്നുണ്ട്. പ്രദേശത്ത് സംഘർഷാവസ്ഥയാണ് നിലവിൽ. കെ.ബി. ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർക്ക് വെടിവെക്കേണ്ടി വന്നത്? മറ്റെന്തെങ്കിലും അക്രമം ഉണ്ടായോ? നാട്ടുകാർ പറയുന്നത് എന്താണ്? ആരൊക്കെയാണ് കൊല്ലപ്പെട്ടത്? പ്രജീഷ്, കർണാടക വനം വകുപ്പിന്റെ ഒരു വിശദീകരണം ഈ വിഷയത്തിൽ ഇന്ന് പുലർച്ചെയാണ് വേട്ടക്കാർ ഈ വനമേഖലയിൽ ഉണ്ട് എന്നുള്ള വിവരത്തെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കിറങ്ങിയ സമയത്ത് മാൻവേട്ടയുമായി ബന്ധപ്പെട്ട് 3 പേർ ആയുധങ്ങളും അതുപോലെ തന്നെ മാനിന്റെ ഇറച്ചിയുമായിട്ട് 3 പേരവിടെ കണ്ടെത്തി. ഇവരെല്ലാം തന്നെ ആ പ്രദേശവാസികളാണ്. അന്തോണി രാജ്, ക്ഷമിക്കണം, അതുപോലെ തന്നെ ഈ 3 പേരുടെ കയ്യിൽ നിന്നും ആയുധങ്ങളും മാനിന്റെ ഇറച്ചിയും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അന്തോണി സ്വാമി, പീറ്റർ, കുമാർ എന്നിവരാണ് മരിച്ചത്. ഏതായാലും ഇവർ വേട്ടക്കാരല്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതിനെ ചൊല്ലി, അതായത് മൃതദേഹം ഏറ്റുവാങ്ങാതെ വലിയ പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. ഫോറസ്റ്റ് ഓഫീസ്, വനവകുപ്പിന്റെ ഓഫീസ് അടിച്ച് തകർക്കുകയും ചെയ്തു. പ്രദേശത്ത് വലിയ സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇവർ വേട്ടക്കാരല്ല, കർഷകരാണെന്നാണ് പ്രദേശവാസികളുടെ വാദം. ഏതായാലും ഇപ്പോഴും അന്വേഷണം ഉൾപ്പെടെ പ്രഖ്യാപിക്കുക, ഉന്നതല അന്വേഷണമൊക്കെ പ്രഖ്യാപിക്കുക. കാരണം ഒരു വെടിവയ്പ്പാണ്, 3 പേർ മരണപ്പെട്ട സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രതിനിധികൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ സ്ഥലത്ത്? നിലവിൽ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ. സ്ഥലം MLA ഉൾപ്പെടെയുള്ളവർ അവിടെ സ്ഥലത്ത് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരു അനുരഞ്ജന ശ്രമത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുമുണ്ട്. പക്ഷെ ഇതുവരെ വഴങ്ങാൻ സമവായത്തിന്റെ പാതയിലേക്ക് ഈ പ്രദേശവാസികൾ എത്തിയിട്ടില്ല. ഏതായാലും കാട്ടിൽ കയറി മാനിനെ വേട്ടയാടി എന്നുള്ള ഒരു ആരോപണത്തെ തുടർന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവരെ വെടിവെച്ച് വീഴ്ത്തിയത്. ഇവർ കീഴടങ്ങാൻ തയ്യാറായില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും തോക്കുകൊണ്ട് ആക്രമിക്കുകയും ചെയ്തു എന്നും പറയുന്നു. വനംവകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ കൊല്ലേകലിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏതായാലും ഇങ്ങോട്ട് ആക്രമിച്ചതിനാലാണ് തിരിച്ചാക്രമിച്ചത് എന്നുള്ള ഒരു വാദമാണ് ഇപ്പോൾ വനംവകുപ്പ്. കർണാടകയിലെ ചാമരാജനഗറിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ 3 പേരെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്.